കേരളത്തിലെ പഴമക്കാരുടെ കഥകളിൽ നമ്മൾ കേട്ട് ഭയപ്പെട്ടിട്ടുള്ള ഒരു പേരുണ്ട്, ഒടിയൻ. രാത്രിയുടെ മറവിൽ രൂപം മാറിയെത്തുന്ന ഈ ദുരൂഹ കഥാപാത്രം സത്യമാണോ, അതോ വെറും കെട്ടുകഥയാണോ? ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഐതിഹ്യത്തെക്കുറിച്ചാണ്. ആരാണ് ഈ ഒടിയൻ? എന്തായിരുന്നു അവരുടെ കഴിവുകൾ? നമുക്ക് നോക്കാം. പഴയകാല കേരളത്തിൽ, പ്രത്യേകിച്ച് പാലക്കാടൻ ഗ്രാമപ്രദേശങ്ങളിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കെട്ടുകഥയിലെ കഥാപാത്രമാണ് ഒടിയൻ. ഒടിവിദ്യ എന്നൊരു പ്രത്യേകതരം മാരകവിദ്യ അറിയാവുന്നവരെയാണ് ഒടിയൻ എന്ന് വിളിച്ചിരുന്നത്. കൂടുതലും രാത്രികാലങ്ങളിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന ഇവർ തങ്ങൾ ലക്ഷ്യമിടുന്നവരെ പേടിപ്പിച്ചും ഉപദ്രവിച്ചും കൊല്ലാൻ കഴിവുള്ളവരായിരുന്നു എന്നാണ് വിശ്വാസം. ഒടിയൻ എന്ന വാക്കിന് ഒടിക്കുക അല്ലെങ്കിൽ ഓടിക്കുക എന്ന വാക്കിനോട് ബന്ധമുണ്ട്. അതായത് ആളുകളുടെ നട്ടിലൊടിച്ച് അവരെ കൊല്ലുന്നു എന്ന് സാരം. ഒടിയന്മാർക്ക് മൃഗങ്ങളുടെ രൂപമെടുക്കാൻ കഴിയുമെന്നാണ് പ്രധാന വിശ്വാസം. കാള, പോത്ത്, പൂച്ച, നായ തുടങ്ങിയ രൂപങ്ങളാണ് ഇവർ ഉണ്ടാക്കിയിരുന്നത്. പ്രത്യേകതരം മരുന്നുകളും മന്ത്രങ്ങളുമാണ് ഇതിനായി ഉപയോഗിച്ചിരുന്നത്. സാധാരണയായി രാത്രിയുടെ ഇരുട്ടിലാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത്. ആളുകളെ ഭയപ്പെടുത്തി ഓടിക്കാനും ആവശ്യമെങ്കിൽ കൊല്ലാനും ഒടിയന്മാർക്ക് കഴിവുണ്ടായിരുന്നതായി കഥകളുണ്ട്. ശത്രുക്കളുടെ നട്ടലൊടിക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ഒടിയൻ എന്ന പേര് വന്നതെന്നും പറയപ്പെടുന്നു. ഒരു കെട്ടുകഥ എന്നതിലുപരി ഒടിയൻ കഥകൾക്ക് ഒരു സാമൂഹിക പശ്ചാത്തലമുണ്ടെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. ജാതി വ്യവസ്ഥ ശക്തമായിരുന്ന കാലത്ത് സമൂഹത്തിൽ താഴ്ന്ന നിലയിലുള്ളവർ തങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്കെതിരെ പ്രതികരിക്കാനും ഉന്നതരെ ഭയപ്പെടുത്തുവാനും ഉപയോഗിച്ചിരുന്ന ഒരു തരംഗമാവാം ഒടിവിദ്യ എന്ന് കരുതപ്പെടുന്നു. ഒടിയൻ കഥകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അവരുടെ രൂപം മാറാനുള്ള കഴിവാണ്. ഒരു പ്രത്യേകതരം മരുന്ന് അല്ലെങ്കിൽ തൈലം ശരീരത്തിൽ പുരട്ടി ചില മന്ത്രങ്ങൾ ഉരുവിട്ടാൽ അവർക്ക് മൃഗങ്ങളുടെ രൂപമെടുക്കാൻ കഴിയുമെന്നാണ് പറയപ്പെട്ടിരുന്നത്. ചില കഥകളിൽ ഈ തൈലം ഉണ്ടാക്കാൻ ഗർഭസ്ഥ ശിശുവിനെ പോലും ഉപയോഗിച്ചിരുന്നു എന്ന് വിശ്വസിച്ചിരുന്നു. ചിലപ്പോൾ ഒരു പ്രത്യേക രൂപത്തിൽ അവർക്ക് ചെറിയൊരു വൈകല്യവും ഉണ്ടാവാറുണ്ട്. ഉദാഹരണത്തിന്, ഒടിയൻ പോത്തിന്റെ രൂപം ധരിച്ചാൽ അതിന് ഒരു കൊമ്പുണ്ടാവില്ല. ഇത് ഒടിയനെ തിരിച്ചറിയാൻ സഹായിച്ചിരുന്നു അത്രേ. ഇവർക്ക് ഇരുട്ടത്ത് കാഴ്ചശക്തി വളരെ കൂടുതലായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ആളുകൾ പേടിച്ച് രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ മടിച്ചിരുന്നുവെന്നും കഥകളുണ്ട്. വൈദ്യുതി വ്യാപകമായതോടെ രാത്രിക്ക് ഇരുട്ട് കുറഞ്ഞു, ആളുകളുടെ പേടിയും കുറഞ്ഞു. അതോടെ ഇരുട്ടിന്റെ മറവിൽ മാത്രം സഞ്ചരിച്ചിരുന്ന ഒടിയൻ കഥകളും പതിയെ ഇല്ലാതായി. ഇന്ന് ഈ കഥകൾ മുത്തശ്ശി കഥകളായും സിനിമകളായും നമ്മുടെ മനസ്സിൽ അവശേഷിപ്പിക്കുന്നു. നിങ്ങളുടെ നാട്ടിലും ഒടിയനെ കുറിച്ചുള്ള കഥകൾ പ്രചാരത്തിലുണ്ടോ? ഞങ്ങളുമായി പങ്കുവയ്ക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും ചെയ്യൂ. തുടർന്നും ഇതുപോലുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ഐക്കൺ പ്രസ് ചെയ്യൂ. നന്ദി.